ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മലബാർ റീജിയനിലുള്ള വീടുകളിൽ യൂഷ്വലായിട്ട് ഉണ്ടാക്കുന്ന നൈസ് പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ട്രഡീഷണൽ മെത്തേഡിൽ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മുടെ മാവ് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് അത്യാവശ്യം കുഴിയുള്ള വൈഡായിട്ടുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഈ ഒരു ഗ്ലാസിൻ്റെ മെഷറിൽ 2.25 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യാം. 1 സ്പൂൺ ഉപ്പും 1 സ്പൂൺ വെളിച്ചെണ്ണയും ആഡ് ചെയ്യാം. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിലും ആഡ് ചെയ്യാം കേട്ടോ. മാവ് നല്ല സോഫ്റ്റും സ്മൂത്തായി കിട്ടും. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നമ്മൾ വെള്ളം മെഷർ ചെയ്ത സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് അരിപ്പൊടി എടുക്കുന്നത്. റോസ്റ്റ് ചെയ്ത നല്ല ഫൈനായിട്ടുള്ള പച്ചരിപ്പൊടിയാണ് യൂസ് ചെയ്യുക. നമ്മൾ ഇടിയപ്പത്തിന് യൂസ് ചെയ്യുന്ന പൊടിയില്ലേ, അത് തന്നെ. അപ്പോൾ വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്ന ടൈമിൽ റോസ്റ്റ് ചെയ്ത അരിപ്പൊടി 2 ഗ്ലാസ്സാണ് എടുത്തേക്കുന്നത്. അരിപ്പൊടി ആഡ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് മിക്സ് ചെയ്യാം. പല ബ്രാൻഡിൻ്റെയും അരിപ്പൊടി യൂസ് ചെയ്യുമ്പം അരിപ്പൊടിയുടെയും വെള്ളത്തിൻ്റെയും റേഷ്യോയിൽ ചില മാറ്റങ്ങൾ വരും കേട്ടോ. ചില അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം മതിയാവും, പക്ഷെ ചില അരിപ്പൊടിക്ക് കൂടുതൽ വെള്ളം ആവശ്യമായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി ഇത് കവർ ചെയ്ത് ഏകദേശം 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ ചൂടിൽ നമ്മുടെ കൈ കൊണ്ട് കുഴച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഒന്നുകൂടെ സോഫ്റ്റ് ആവും. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കാം കേട്ടോ. ചെറിയ ചൂടുണ്ട്. അപ്പോൾ ഒരു സ്റ്റീൽ ഗ്ലാസ് യൂസ് ചെയ്ത് ഇതുപോലെ നീഡ് ചെയ്യാം. ഇനി കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഈ കുഴയ്ക്കലിലാണ് കാര്യം. എത്രത്തോളം കുഴച്ചെടുക്കുന്നോ അത്രത്തോളം സോഫ്റ്റ് ആയിരിക്കും. കണ്ടോ, നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്തായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് മാവെടുത്ത് ലെമൺ സൈസിൽ ബോൾസായി ഉരുട്ടിയെടുക്കുക. പത്തിരിയുടെ വലുപ്പത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കവർ ചെയ്ത് വെക്കാം കേട്ടോ. ഇനി പത്തിരി പരത്താം. ഒരു സ്മൂത്ത് ആയിട്ടുള്ള സർഫസിൽ ഇച്ചിരി പത്തിരിപ്പൊടി സ്പ്രിങ്കിൾ ചെയ്ത് ഇതുപോലെ പരത്തി കൊടുക്കുക. പറ്റുന്ന അത്രയും കനം കുറച്ച് തിന്നായി പരത്തിയെടുക്കുക. ഇനി നിങ്ങളുടെ കയ്യിൽ പത്തിരി പ്രസ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ തന്നെ സെറ്റാവും. പരത്തിയെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പരത്താൻ യൂസ് ചെയ്യുന്ന റോളർ തിന്നായിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് പരത്താൻ പറ്റും കേട്ടോ. ചിലർ PVC പൈപ്പൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് ഒരു ബൗൾ വെച്ച് പ്രസ് ചെയ്ത് ബാക്കിയുള്ള മാവ് മാറ്റിയെടുക്കുന്നുണ്ട്. അതാവുമ്പം എല്ലാ പത്തിരിയും ഒരേ ഷേപ്പിലും സൈസിലും കാണാനും ഭംഗിയുണ്ടാവും, കഴിക്കാനും ടേസ്റ്റും ഉണ്ടാവും. കണ്ടോ, പേപ്പർ പോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. ഒരിക്കലും ദോശ ഉണ്ടാക്കുന്ന തവയിൽ പത്തിരി ഉണ്ടാക്കരുത്. പത്തിരിക്കും ചപ്പാത്തിക്കും നമ്മൾ ഓയിൽ സ്പ്രെഡ് ചെയ്യാത്തത് കൊണ്ട് ദോശ ഉണ്ടാക്കുമ്പം തവയിൽ സ്റ്റിക്ക് ചെയ്യും. സോ പത്തിരിക്കും ദോശയ്ക്കും സെപ്പറേറ്റ് തന്നെ എടുക്കാൻ ശ്രമിക്കാം. അതല്ലെങ്കിൽ പഴയ ദോശക്കല്ലായാലും മതി. മീഡിയം ഫ്ലെയിമിൽ തവ നന്നായി ചൂടാവുമ്പം പരത്തിയ പത്തിരി
പൊടിയൊക്കെ തട്ടിക്കൊടുത്ത് തവയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് കംപ്ലീറ്റ് ആയി കുക്കായതിനു ശേഷം ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടിങ്ങനെ പ്രസ് ചെയ്യുമ്പം നല്ല പഫായിട്ട് വരും. ഇടയ്ക്കിടയ്ക്ക് മറിച്ചിടരുത്. 5 സെക്കൻഡ് ഇതുപോലെ കുക്ക് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വലിയ തവയാണെങ്കിൽ അറ്റ് ദ ടൈം 3-4 പത്തിരിയൊക്കെ ചുട്ടെടുക്കാം കേട്ടോ. നൈസായതുകൊണ്ട് ചിക്കൻ സ്റ്റൂ, ബീഫ് റോസ്റ്റ്, അതുപോലെ വറുത്തരച്ച ഇറച്ചിക്കറി, വെജ് കുറുമ, അങ്ങനെ എല്ലാത്തിൻ്റെയും കൂടെ കോംബോ ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.